നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. നക്ഷത്രപംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദി ചങ്ങുയർന്നളവു പക്ഷിഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. മൽപ്രാണനും നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പന്ത്രണ്ടാം പദ്യം. നക്ഷത്രപംക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷിഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. ദിവാകരനുദിച്ചങ്ങുയർന്നളവ്. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അഥവാ ഉള്ളിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ നക്ഷത്രപംക്തികളും നക്ഷത്രക്കൂട്ടങ്ങളും അഥവാ ഇന്ദ്രിയക്കൂട്ടങ്ങളും അവയുടെ വിഷയങ്ങളും ഇന്ദുപ്രകാശവും ചന്ദ്രൻ്റെ പ്രഭയും അഥവാ മനസ്സിൻ്റെ ശോഭയും ഒളിക്കും എങ്ങോ പോയി മറയും. പക്ഷീഗണം പക്ഷിക്കൂട്ടം അഥവാ ഉപപ്രാണ സമൂഹം ഗരുഡനെ കണ്ട് പക്ഷിരാജാവായ ഗരുഡനെ കാണുന്നതോടെ അഥവാ മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കുന്നതോടെ രക്ഷിക്ക എന്നടിമ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് ശരണം പ്രാപിക്കും. നാരായണനായിക്കൊണ്ട് നമസ്കാരം. സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ നക്ഷത്രക്കൂട്ടങ്ങളും ചന്ദ്രപ്രഭയും എങ്ങോ പോയി മറയും. അതുപോലെ ഉള്ളിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇന്ദ്രിയക്കൂട്ടങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സിൻ്റെ ശോഭയും എങ്ങോ പോയി ഒളിക്കും. പക്ഷിക്കൂട്ടം പക്ഷിരാജാവായ ഗരുഡനെ കാണുന്നതോടെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് ശരണം പ്രാപിക്കും. അതുപോലെ ഉപപ്രാണന്മാർ മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കുന്നതോടെ അതിൻ്റെ ആധിപത്യം അംഗീകരിച്ച് അടങ്ങും. സൂര്യൻ ഉദിച്ചാൽ നക്ഷത്രങ്ങളും മനസ്സും എങ്ങോ പോയി ഒളിക്കും. രാത്രികാലത്ത് ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാൻ കഴിയും. സൂര്യപ്രകാശം ഏറ്റുവാങ്ങിയാണ് ഇവയൊക്കെ പ്രകാശിക്കുന്നത്. എന്നാൽ പകൽ സൂര്യൻ ഉദിച്ചു കഴിയുന്നതോടെ ആകാശത്തു നിന്നും നക്ഷത്രങ്ങളും ചന്ദ്രനും മറയുന്നു. അവ അവിടെ ഉണ്ടെങ്കിൽ പോലും കാണാൻ കഴിയുന്നില്ല. അതുപോലെ ജ്ഞാനസൂര്യൻ ഉള്ളിൽ ഉദയം ചെയ്താൽ ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും
മങ്ങിമറയുന്നു. അവ ഉണ്ടെങ്കിൽ പോലും അവയ്ക്ക് സത്യത്തിൽ നിന്നും ഭിന്നമായ നിലനിൽപ്പ് ഇല്ലാതായി തീരുന്നു. വസ്തു ഒന്നേയുള്ളൂ, അല്പം പോലും പലതില്ല എന്ന അറിവാണ് ജ്ഞാനം. അഖണ്ഡവും ആനന്ദസ്വരൂപവുമായ ബോധമാണ് വസ്തു. ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ ഈ വസ്തുവിനെ പല വിഷയങ്ങളായി വേർതിരിച്ച പോലെ കാട്ടിത്തരുന്നതാണ് പ്രപഞ്ചാനുഭവം. ആത്മാവിനെ സാക്ഷാത്കരിച്ച് വസ്തുസ്ഥിതി അനുഭവിക്കാൻ തുടങ്ങുന്നതോടെ ജഡോപകരണങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് പലത് കാട്ടിത്തരാനുള്ള കഴിവ് നഷ്ടമാകുന്നു. പലതില്ലെന്നു വന്നാൽ മനസ്സിൻ്റെ വിഭ്രമങ്ങളും അതോടെ അടങ്ങുന്നു. ജ്ഞാനോദയത്തോടെ ഭിന്ന പ്രപഞ്ച വിഷയങ്ങൾക്കുണ്ടാകുന്ന ഈ അർത്ഥശൂന്യതയെയാണ് വേദാന്തി മിഥ്യ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ജ്ഞാനോദയത്തോടെ ഭിന്ന പ്രപഞ്ച വിഷയങ്ങൾക്കുണ്ടാകുന്ന ഈ അർത്ഥശൂന്യതയെയാണ് വേദാന്തി മിഥ്യ എന്ന് പറയുന്നത്. ജ്ഞാനോദയത്തിന് മുമ്പ് പ്രപഞ്ചം മിഥ്യയാണെന്ന് വേദാന്തത്തിന് അഭിപ്രായമില്ല. ഒരു ലൗകികന് പ്രപഞ്ചം സത്യം തന്നെ, ജ്ഞാനിക്ക് മിഥ്യയും. മിഥ്യാത്വം നാമബാധ്യതം തത്വജ്ഞാനോദയേ സതഃ. തത്വജ്ഞാനമുദയം ചെയ്യുന്നതോടെ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് മിഥ്യാത്വം എന്നത്രേ മിഥ്യാത്വത്തിൻ്റെ നിർവചനം. മിഥ്യാത്വം നാമബാധ്യത്വം തത്വജ്ഞാനോദയേ സതഃ. തത്വജ്ഞാനമുദയം ചെയ്യുന്നതോടെ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് മിഥ്യാത്വം എന്നത്രേ മിഥ്യാത്വത്തിൻ്റെ നിർവചനം. ജ്ഞാനോദയത്തിൽ പോലും പ്രപഞ്ചം പാടെ ഇല്ലാതായിത്തീരുന്നില്ല. പലതിൻ്റെ കാഴ്ച പോയി എല്ലാം ഒരേ പരബ്രഹ്മവസ്തുവായി പരിലസിക്കുന്നു എന്നാണ് കാണേണ്ടത്. ആത്മസാക്ഷാത്കാരത്തോടെ വന്നുചേരുന്ന ഈ പ്രപഞ്ചമിഥ്യാത്വമാണ് സൂര്യനുദിക്കുന്നതോടെ നക്ഷത്രങ്ങളും ചന്ദ്രനും മറയും എന്നിങ്ങനെ ആചാര്യൻ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാണസാക്ഷാത്കാരം. കുണ്ടലിനി പ്രാണസാക്ഷാത്കാരത്തെക്കുറിച്ച് 9-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം പരാമർശിച്ചിട്ടുണ്ടല്ലോ. അഖണ്ഡബോധ വസ്തുവിൽ മായാശക്തി സ്പന്ദിച്ചുയരുന്നതോടെയാണല്ലോ സൃഷ്ടി ആരംഭിക്കുന്നത്. സ്പന്ദിച്ചുയരുന്ന ശക്തി ആദ്യമായി ചെയ്യുന്നത് വസ്തുവിനെ മറച്ച് ഒരു അവ്യക്താവസ്ഥ ഉളവാക്കലാണ്. ബാഹ്യദൃഷ്ടിക്ക് കാണാവുന്ന ഈ അവ്യക്താവസ്ഥ തന്നെയാണ് ശൂന്യാകാശം. ബാഹ്യദൃഷ്ടിക്ക് കാണാവുന്ന ഈ അവ്യക്താവസ്ഥ ബാഹ്യദൃഷ്ടിക്ക് കാണാവുന്ന ഈ അവ്യക്താവസ്ഥ തന്നെയാണ് ശൂന്യാകാശം. സ്പന്ദന പ്രവാഹ രൂപത്തിൽ തുടർന്നു പ്രത്യക്ഷപ്പെടുന്ന ശക്തിയുടെ വ്യക്തരൂപമാണ് മുഖ്യപ്രാണൻ. ആധുനിക ശാസ്ത്ര പ്രസിദ്ധമായ എനർജിയും ഇതുതന്നെയാണ്. പ്രാണസ്പന്ദനത്തിന് ഗതിവേഗം കൂടുന്നതോടെയാണ് മനസ്സ് രൂപം കൊള്ളുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ആധുനിക ശാസ്ത്ര പ്രസിദ്ധമായ എനർജിയാണ് മുഖ്യപ്രാണൻ. പ്രാണസ്പന്ദനത്തിന് ഗതിവേഗം കൂടുന്നതോടെയാണ് മനസ്സ് രൂപം കൊള്ളുന്നത്. മനസ്സാണ് ജഡരൂപങ്ങളെ ഉണ്ടാക്കി അനുഭവിക്കുന്നത്. ഈ പരിണാമക്രമം നേരെ തിരിഞ്ഞാലോ? ജഡസമ്പർക്കം വിട്ട് ഏകാഗ്രപ്പെടുന്ന മനസ്സ് പ്രാണനിൽ അലിഞ്ഞു ചേരുന്നതോടെ മുഖ്യപ്രാണൻ പ്രത്യക്ഷപ്പെടും. മുഖ്യപ്രാണ സാക്ഷാത്കാരത്തോടെ തന്നെ വ്യക്തമായ സത്യബോധവും ഉദയം ചെയ്യും. പ്രപഞ്ചദൃശ്യങ്ങളായി കാണപ്പെടുന്നതൊക്കെ താൻ തന്നെയാണ് എന്ന് അനുഭവിക്കുമാറാകും. പ്രാണസാക്ഷാത്കാരത്തിലെത്തുന്ന ബുദ്ധിക്ക് സത്യസാക്ഷാത്കാരത്തിന് അവ്യക്താവസ്ഥ തടസ്സമാവുകയില്ലെന്നാണ് ശാസ്ത്രം ഘോഷിക്കുന്നത്. മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കാൻ കഴിയാതെ വാസനാബദ്ധമാകുന്ന മനസ്സ് ചിലപ്പോൾ അവ്യക്താവസ്ഥയിൽ ഉറക്കത്തിലെന്ന പോലെ ലയിച്ചു പോകും. അതുകൊണ്ടാണ് മരണത്തിന് മുൻപ് പലരും അനേക ദിവസം അബോധാവസ്ഥയിൽ കഴിയാൻ ഇടവരുന്നത്. മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കാൻ കഴിയാതെ വാസനാബദ്ധമാകുന്ന മനസ്സ് ചിലപ്പോൾ
അവ്യക്താവസ്ഥയിൽ ഉറക്കത്തിലെന്ന പോലെ ലയിച്ചു പോകും. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് പലരും അനേക ദിവസം അബോധാവസ്ഥയിൽ കഴിയാൻ ഇടവരുന്നത്. സത്യദർശനത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരു ഘട്ടമാണ് മുഖ്യപ്രാണസാക്ഷാത്കാരം. കുണ്ടലിനി പ്രാണസാക്ഷാത്കാരവും ഇതുതന്നെ. മുഖ്യപ്രാണന് ഹിരണ്യഗർഭൻ, പ്രജാപതി, മഹാനാത്മാ, സൂത്രാത്മാവ്, മഹത്തത്വം, സത്വബുദ്ധി എന്നിങ്ങനെ അനേകം പര്യായങ്ങളുണ്ട്. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ഒരേ പ്രാണനിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വ്യക്തി ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രാണനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തി ശരീരത്തിലെ പ്രാണൻ പ്രപഞ്ചപ്രാണനായ മുഖ്യപ്രാണൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഏകാഗ്രപ്പെടുന്ന യോഗീ ചിത്തത്തിന് സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ ഈ പ്രപഞ്ചപ്രാണനെ അനുഭവിച്ചറിയാൻ കഴിയും. സർപ്പത്തെപ്പോലെ കുണ്ടലാകൃതിയിൽ ചുരുണ്ടുകിടക്കുന്ന ഒരു ശക്തി ശരീര അന്തർഭാഗത്തു നിന്നും ചുരുൾ നിവർത്തി പരക്കുന്നതായിട്ടാണ് യോഗിയുടെ അനുഭവം. കുണ്ടലാകൃതിയിൽ ചുരുണ്ടു കിടക്കുന്നത് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് കുണ്ടലിനി എന്ന പേര് നൽകിയിരിക്കുന്നത്. മുഖ്യപ്രാണനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളെപ്പോലും ഉപനിഷത്തുക്കൾ പ്രാണശബ്ദം ചൊല്ലി വിളിക്കാറുണ്ട്. കൂടാതെ ശരീരത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി വേറെ 5 പ്രാണന്മാരെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി കൽപ്പിച്ചിട്ടുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിവയാണ് പഞ്ചപ്രാണന്മാർ. പ്രാണവായു ഹൃദയസ്ഥാനത്തിരുന്ന് ഉച്ഛ്വാസ നിശ്വാസങ്ങളെ ചെയ്യിക്കുന്നു. അപാനവായു വിസർജനേന്ദ്രിയ സ്ഥാനത്തിരുന്ന് മലമൂത്ര വിസർജനങ്ങളെ സഹായിക്കുന്നു. സമാനവായു നാഭിസ്ഥാനത്തിരുന്ന് ഭക്ഷണരസത്തെ സർവ്വ അവയവങ്ങൾക്കും പകുത്തുകൊടുക്കും. ഉദാനവായു കണ്ഠസ്ഥാനത്തിരുന്ന് ജാഠരാഗ്നി ജ്വലിപ്പിച്ച് അന്നപാനാദികളെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കും. വ്യാനവായു എല്ലാ അവയവങ്ങളിലും വ്യാപിച്ച ദേഹത്തെ നിലനിർത്തും. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിങ്ങനെ അപ്രധാനന്മാരായ മറ്റ് 5 പ്രാണന്മാരും ശരീരപ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. നാഗൻ ഛർദിയെയും, കൂർമൻ വിക്കൽ, കണ്ണിൻ്റെ ഉന്മേഷ നിന്മേഷങ്ങൾ എന്നിവയെയും, കൃകലൻ തുമ്മൽ, വലിവ് മുതലായവയെയും, ദേവദത്തൻ ചിരി, കോട്ടുവ മുതലായവയെയും ഉണ്ടാക്കും. ധനഞ്ജയൻ ജീവൻ പോയ ശേഷവും ദേഹത്തിൽ അല്പനേരം തങ്ങി നിൽക്കുന്നു. മേൽ വിവരിച്ച 10 പ്രാണന്മാരും ഇന്ദ്രിയങ്ങളുമാണ് ഉപപ്രാണന്മാർ. ഇവയാണ് ശ്ലോകത്തിലെ പക്ഷീഗണം. മുഖ്യപ്രാണനാണ് ഗരുഡൻ. മുഖ്യപ്രാണനെ ആശ്രയിച്ചാണ് ഉപപ്രാണന്മാരുടെ സ്ഥിതി. ഛാന്തോഗ്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ പ്രാണന്മാർക്കിടയിൽ അവരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നൊരു വാദമുണ്ടായി. അവർ മുഖ്യപ്രാണനെ സമീപിച്ച് ഈ വിവരം ചർച്ച ചെയ്തു. ആരിറങ്ങിപ്പോയാൽ ഈ ശരീരം പൂർണ്ണമായും ഉപയോഗശൂന്യമായി തീരുമോ, അയാളാണ് ശ്രേഷ്ഠനെന്ന് പ്രജാപതി അറിയിച്ചു. ഉപപ്രാണന്മാരിൽ മുറയ്ക്ക് ഓരോരുത്തർ അല്പകാലത്തേക്ക് പ്രവർത്തനം നിർത്തിനോക്കി. ശരീരത്തിന് വലിയ ആപത്തൊന്നും സംഭവിച്ചില്ല. എന്നാൽ മുഖ്യപ്രാണൻ ദേഹം വിട്ടിറങ്ങിപ്പോകാൻ ഭാവിച്ചു. അപ്പോഴേക്കും മറ്റാർക്കും തന്നെ അതിനുള്ളിൽ ഇരിക്കാൻ കഴിയാതെയായി. മറ്റെല്ലാ പ്രാണന്മാരും മുഖ്യപ്രാണനോട് വിട്ടുപോകരുതെന്ന് തൊഴുതപേക്ഷിച്ചു. ഇതുതന്നെയാണ് പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊഴുത് രക്ഷിക്കണം എന്നടിമ എന്ന ഭാഗം കൊണ്ട് ആചാര്യർ ഭാവനാമയമായി വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനോദയത്തോടെ വസ്തു അഖണ്ഡാനന്ദബോധം മാത്രമാണെന്നും അതിൻ്റെ ശക്തിസ്പന്ദന രൂപത്തിലുള്ള മുഖ്യപ്രാണനാണ് പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്നും സൂര്യതുല്യം തെളിയുമെന്നാണ് 12-ാം ശ്ലോകം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജ്ഞാനലാഭത്തോടെ സർവം ബ്രഹ്മസ്വരൂപമായി അനുഭവപ്പെടുമെന്നാണല്ലോ നാം ഉപരി ചർച്ച ചെയ്തത്. ജ്ഞാനിക്കു പിന്നെ തൻ്റേതായി ഒന്നും അവശേഷിക്കുന്നില്ല. മുൻപ് താൻ ഇവിടെ പലതു കണ്ടതും അവയോടൊക്കെ തനിക്കുണ്ടായിരുന്ന ബന്ധങ്ങളും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നും ബോധ്യമാകുന്നു. ജ്ഞാനിയുടെ ഈ അനുഭവമാണ് 13-ാം പദ്യത്തിൽ ആചാര്യൻ വിവരിച്ചിരിക്കുന്നത്.
ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ